ഉത്സവക്കാലം കഴിഞ്ഞു, മഴക്കാലം തുടങ്ങി. ഇനിയിപ്പോൾ അടുത്ത വർഷം വരെ കാത്തിരിക്കണം ഒരു ഉത്സവം കാണണമെങ്കിൽ. എന്നാൽ പിന്നെ ഞാനൊരു ഉത്സവത്തിന് പോയ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നാട്ടിലെ അമ്പലത്തിൽ ഉത്സവം കൂടിയാകുമ്പോൾ എല്ലാ വീട്ടിലും അതൊരു വലിയ ആഘോഷം തന്നെയാണ്. എല്ലാ വീട്ടിലും ഒരുപാട് കുടുംബക്കാരും ഗസ്റ്റുകളും എല്ലാവരും ഉണ്ടായിരിക്കും. അവർക്കുള്ള ഭക്ഷണമൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലും അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അമ്പലത്തിലേക്ക് ഞങ്ങൾ വൈകിട്ടാണ് പോയത്. അവിടെ ആ സമയത്ത് കാളകളിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കാളയും കൊണ്ട് കുറേ ആളുകൾ ഓടി അമ്പലത്തിൻ്റെ മുന്നിലേക്ക് വരും. അത് കഴിഞ്ഞിട്ട് അവർ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ചിട്ട് അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. ഇവരുടെ കൂടെ ഒരു ചെറിയ കാളയെ പിടിച്ചിട്ട് ഒരാളും കൂടെ ഉണ്ട് മുന്നിൽ നടക്കുന്നത്. അങ്ങനെ കാളകളി കഴിഞ്ഞ് അവർ പോയി. അതിനുശേഷം അമ്പലത്തിലേക്ക് ഭൂതൻ്റെ പ്രവേശനമായിരുന്നു. ഉത്സവത്തിൻ്റെ അന്നും അതുപോലെ അതിൻ്റെ തലേ ദിവസവും ഭൂതൻ ആ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലും ഇങ്ങനെ പോകാറുണ്ട്. ഈ സമയത്ത് ഭൂതൻ്റെ കളി കാണാനായിട്ട് അമ്പലത്തിലേക്ക് ഒരുപാട് പേരെത്തിയിട്ടുണ്ടായിരുന്നു. ആ ഗ്രൗണ്ടിലും എല്ലാം ഒരുപാട് പേര് അവിടെ നിൽക്കുന്നുണ്ട്. ഭൂതൻ്റെ ആ കളിയും ആ കൊട്ടും അതിൻ്റെ കൂടെ ഉള്ള ആളുകളുടെ കൊട്ടും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അത് കാണാൻ. ഉത്സവത്തിൽ പോയിട്ടുണ്ടെങ്കിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ദിവസം അവിടെ ഒരുപാട് പേരുണ്ടാവും. നമുക്ക് അവരേനൊക്കെ കാണാൻ പറ്റും. നമുക്ക് പരിചയമുള്ള ആളുകളുണ്ടാവും. അതുപോലെ ഉത്സവം കാണാൻ വേറെ സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകളുണ്ടാവും. പിന്നെ മുൻപ് നമ്മൾ കണ്ടിട്ടുള്ള ആളുകൾ, കുറേ കാലങ്ങൾക്ക് ശേഷം കാണുന്ന ആളുകൾ, അങ്ങനെയൊക്കെ ഒരുപാട് പേരന്ന് അവിടെ ഉണ്ടാവും. നമുക്കതൊക്കെ അവരേനൊക്കെ കാണാനുള്ള ഒരു അവസരം കൂടെയാണിത്. ഈ കാണുന്ന ആളുകളൊക്കെ നമുക്ക് താല്പര്യമുള്ള എല്ലാവർക്കും ദക്ഷിണ കൊടുക്കുക. അതുപോലെ കൊടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ അദ്വനെ കൊണ്ട് കൊടുപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇനി കുറച്ച് കഴിഞ്ഞേ നമ്മൾ വരുന്നുള്ളൂ വരവുകൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോകുന്ന വഴിയിൽ റോഡിൻ്റെ രണ്ട് സൈഡിലും ഒരുപാട് കച്ചവടക്കാരുണ്ട്. എല്ലാ വിധത്തിലുള്ള സാധനങ്ങളും ഇവിടെ ഉണ്ട്. കഴിക്കാനായിട്ട് പൊരി, ജിലേബി, ഐസ്ക്രീം, കടല, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഉത്സവത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാതെ പോകുന്നവർ അപൂർവമായിരിക്കും. എല്ലാവരും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് തന്നെയാണ് പോവാറുള്ളത്. അപ്പോൾ ഇവിടെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്.
കൂടെ നല്ല ചൂടോട് കൂടിയ ലൈവായി ഉണ്ടാക്കി തരുന്ന ജിലേബിയും കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് നടക്കുകയാണ്. നടന്നു പോകുന്ന വഴിയിൽ കാണുന്നതൊക്കെ ഇങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി നോക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ വേഗം വീട്ടിലേക്ക് പോയിട്ട് വരവ് കാണാൻ വേണ്ടി വരണമല്ലോ. അതിൻ്റെ ഒരു തയ്യാറെടുപ്പൊക്കെയാണ്. ഇതിപ്പോൾ ഫസ്റ്റത്തെ വരവാണ്. ഇത് നടനം ഗ്രൂപ്പിൻ്റെ വരവാണ്. ഇതിപ്പോൾ പൂക്കാവടിയാണ് കാണുന്നത്. ഒരു ചെറിയ പൂക്കാവടിയാണ് ഇതിലുള്ളത്. പിന്നെ കാളയുണ്ട്. ഇത് പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇവരുടെ കഴിഞ്ഞ വർഷത്തെ ഒരു ഇവർ കൊണ്ടുവന്ന വരവുണ്ടായിരുന്നു. അതിൻ്റെ അത്രയ്ക്ക് പോരാ ഈ വരവ്, എനിക്ക് അങ്ങനെ തോന്നി. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ വരവ് അടിപൊളിയായിരുന്നു, അതും കൂടെ നമ്മൾ പറയണമല്ലോ. ഇവരിപ്പോൾ എല്ലാവരും കളിക്കുന്നുണ്ട്, കുട്ടികൾ കളിക്കുന്നുണ്ട്. പണ്ടൊക്കെ ആൺകുട്ടികൾ ഒക്കെ ആയിരിക്കും അധികം ഇങ്ങനെ ചാടി കളിക്കുന്നതൊക്കെ. ഇപ്പോൾ ട്രെൻഡൊക്കെ മാറി, ഇപ്പോൾ ഗേൾസും അതിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും നല്ല കാര്യം. കാരണം നമ്മളിങ്ങനെ നോക്കി നിൽക്കുക മാത്രം ചെയ്താൽ പോരല്ലോ, ഇറങ്ങി കളിക്കും കൂടെ വേണമല്ലോ. എല്ലാവരും ഒരുപോലെ തന്നെയല്ലേ. അപ്പം പിന്നെ അവർ കളിക്കട്ടെ, അവർ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഈ കാള ഒരു വലിയ കാളയാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതങ്ങനെ തലയ്ക്ക് ആട്ടി നിൽക്കുകയാണ്. ഇവരിപ്പോൾ നടനം ഗ്രൂപ്പ് അമ്പലത്തിലേക്ക് കയറിയിട്ട് അവർ ഇതുവരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അടുത്ത വരവ് വന്ന് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അവിടെ നിന്ന് അനൗൺസ് ചെയ്ത് പറയുന്നുണ്ട്, അവരോട് അമ്പലത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇവിടെ അടുത്ത വരവ് ഇത് എവിടത്തെ വരവാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അവരിവിടെ വന്നിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. കൂടെ പുറകിലായിട്ട് അടിപൊളി ഡാൻസ് ചെയ്തുകൊണ്ട് ചേച്ചിമാരും കുട്ടികളൊക്കെ ഇവിടെ പുറകിൽ തന്നെ ഉണ്ട്. ഇവിടെ ഒരുപാട് വരവുകൾ അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ അധികം വരവുകളിലും കാളകളുണ്ട്. വരവുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് എല്ലാ വരവുകളും കാണാൻ. അപ്പോൾ നിങ്ങൾ ഇനി ആ വരവുകളും അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരും. അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ എല്ലാ വരവും കാണാൻ നിൽക്കുന്നില്ല, വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.